നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ്. നിലവിൽ നീല വെള്ള കാർഡുകൾ കൈവശമുള്ളവരിൽ പലർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിൽ BPL കാർഡിലേക്ക് മാറാൻ കഴിയുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ BPL കാർഡ് ലഭിച്ചാൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും, അപേക്ഷ സമർപ്പിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അർഹർ, ആരൊക്കെയാണ് അർഹതയില്ലാത്തവർ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ ഈ വിവരം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ റേഷൻ കാർഡുകൾ പ്രധാനമായും 4 വിഭാഗങ്ങളാണുള്ളത്. മഞ്ഞക്കാർഡ് ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്കാണ് നൽകുന്നത്. അതിനുശേഷം പിങ്ക് കാർഡ് അഥവാ BPL ഭാഗം വരുന്നു. നീലക്കാർഡ് സംസ്ഥാന മുൻഗണന ഭാഗത്തിനും വെള്ളക്കാർഡ് APL ഭാഗത്തിനുമാണ് നൽകുന്നത്. ഓരോ വിഭാഗത്തിനും ലഭിക്കുന്ന റേഷൻ വിഹിതത്തിലും വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളിലെ പരിഗണനയിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല കുടുംബങ്ങളും BPL കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. BPL കാർഡിലേക്ക് മാറാൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു കുടുംബത്തിന്റെ വരുമാനം മാത്രമല്ല പരിഗണിക്കുന്നത്, കുടുംബത്തിന്റെ ആകെ സാമ്പത്തിക സ്ഥിതി, വീടിന്റെ സ്വഭാവം, ഭൂമിയുടെ വിസ്തീർണം, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം, കുടുംബാംഗങ്ങളുടെ തൊഴിൽ, മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയും പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുക്കുന്നത്. അതിനാൽ അപേക്ഷ നൽകിയാൽ എല്ലാവർക്കും കാർഡ് മാറിക്കിട്ടുമെന്ന ധാരണ ശരിയല്ല. നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വലിയ വിസ്തൃതിയിലുള്ള ഭൂമിയോ ആഡംബര വീടോ വില കൂടിയ കാറുകളോ മറ്റു ഉയർന്ന സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന സ്വത്തുക്കളോ ഉള്ളവർക്ക് സാധാരണയായി BPL കാർഡിന് അർഹത ലഭിക്കാറില്ല. മറുവശത്ത് കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾ, ദിവസവേതന തൊഴിലാളികൾ, ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങളിലുള്ളവർ എന്നിവരുടെ അപേക്ഷകൾ സർക്കാർ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. BPL കാർഡ് ലഭിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് റേഷൻ വിതരണത്തിലെ മുൻഗണന. സർക്കാർ സബ്സിഡി നിരക്കിൽ അരിയും മറ്റ് അവശ്യധാന്യങ്ങളും ലഭിക്കുന്നതിന് കൂടുതൽ പരിഗണന ലഭിക്കും. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിലും BPL ഭാഗത്തിന് പ്രത്യേക മുൻഗണന ലഭിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അർഹതയുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ആരോഗ്യരംഗത്തും BPL കാർഡ് വലിയ സഹായകമാണ്. വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ, സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക സഹായ പദ്ധതികൾ എന്നിവയിൽ BPL കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓരോ പദ്ധതിയുടെ നിയമങ്ങൾ വ്യത്യസ്തമായതിനാൽ എല്ലാ പദ്ധതികൾക്കും ഒരേ രീതിയിൽ അർഹത ലഭിക്കണമെന്നില്ല. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് അതത് പദ്ധതിയുടെ നിബന്ധനകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസ മേഖലയിലും ചില സ്കോളർഷിപ്പുകൾ, ഫീസ് ഇളവുകൾ, വിദ്യാർത്ഥികൾക്കുള്ള സഹായ പദ്ധതികൾ എന്നിവയിൽ BPL കുടുംബങ്ങൾക്ക് അധിക പരിഗണന ലഭിക്കാറുണ്ട്. കൂടാതെ ഭവന പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ എന്നിവയിലും BPL കാർഡ് ഒരു പ്രധാന രേഖയായി പരിഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനാൽ യഥാർത്ഥത്തിൽ അർഹതയുള്ള കുടുംബങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് ഭാവിയിൽ നിരവധി സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമാകും. ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രദേശത്തെ താലൂക്ക് സപ്ലൈ ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി ആവശ്യമായ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയ്ക്കൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, നിലവിലെ റേഷൻ കാർഡ്, താമസരേഖ, മറ്റ് ആവശ്യമായ രേഖകൾ എന്നിവ സമർപ്പിക്കേണ്ടി വരാം. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അപേക്ഷ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. വ്യാജ വിവരങ്ങൾ നൽകി BPL കാർഡ് നേടാൻ ശ്രമിക്കുന്നവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ യഥാർത്ഥ വിവരങ്ങൾ മാത്രമാണ് അപേക്ഷയിൽ നൽകേണ്ടത്. സർക്കാർ പരിശോധനയിൽ തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ കാർഡ് റദ്ദാക്കുന്നതിനോടൊപ്പം മറ്റു നടപടികളും സ്വീകരിക്കപ്പെടാം. അതുകൊണ്ട് അപേക്ഷ നൽകുന്നതിന് മുമ്പ് എല്ലാ രേഖകളും കൃത്യമായി തയ്യാറാക്കുക. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്നതാണെങ്കിൽ മാത്രമേ BPL കാർഡിനായി അപേക്ഷിക്കാവൂ. അപേക്ഷ നൽകിയാലുടൻ കാർഡ് മാറുമെന്നില്ല. പരിശോധനയും ഔദ്യോഗിക അംഗീകാരം കഴിഞ്ഞ ശേഷമാണ് അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. സർക്കാർ പദ്ധതികളെയും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും ദിവസവും ലഭിക്കാൻ
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.